നമസ്കാരം. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മദ്യപാനവും മയക്കുമരുന്നുപയോഗവും സമൂഹ തിന്മകളുടെ പട്ടികയിൽ അതിവേഗം നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മദ്യപാനം സാമൂഹ്യ മാന്യതയുടെ പരിവേഷം ചാർത്തിക്കൊടുക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് സമൂഹം മാറിയിരിക്കുകയാണ്. ലഹരി ഉപയോഗം പുരോഗമന സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മദ്യപിക്കുന്നവരെ അവജ്ഞയോടെ വീക്ഷിച്ചിരുന്ന കാലവും കഴിഞ്ഞുപോയി. ക്രൈസ്തവ കുടുംബങ്ങളിൽ പോലും വിശേഷ അവസരങ്ങളിൽ മദ്യം ഇഷ്ടം പോലെ വിളമ്പുകയും സ്ത്രീപുരുഷ ഭേദമന്യേ അധികം ആളുകളും ലഹരി വസ്തുക്കൾ ആസ്വദിക്കുകയും ഇതിലൊന്നും ചേരാതെ മാറി നിൽക്കുന്നവരെ പുച്ഛത്തോടെ കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് സമൂഹം അധംപതിച്ചിരിക്കുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം സംബന്ധിച്ച് അവ വരുത്തിവെക്കുന്ന വിനകളെക്കുറിച്ചും വിശുദ്ധ ബൈബിൾ മറ്റു മതഗ്രന്ഥങ്ങൾ പലവിധത്തിലുള്ള താക്കീതുകൾ നൽകുന്നുണ്ട്. മദ്യത്തിൻ്റെ അമിത ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന വ്യക്തിപരവും സാമൂഹികവുമായ ആരോഗ്യ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഗുരുതരമായി തെറ്റായിട്ടാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. ഒരു മതവും ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലഹരി നിഷിദ്ധമാണെന്നും പാപമാണെന്നും എല്ലാ പ്രമുഖ മതങ്ങളും പഠിപ്പിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവർക്കും ഇതറിയാം. പക്ഷേ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ചില ന്യായങ്ങൾ നിരത്തും. ലഹരി വരുത്തിവെക്കുന്ന അപകടങ്ങളെപ്പറ്റിയോ അവ മൂലമുണ്ടാകുന്ന ധർമ്മച്യുതിയെപ്പറ്റിയോ വിവരിക്കാൻ ആർക്കും താല്പര്യമില്ല. അങ്ങനെ വിവരിക്കുന്നത് ഒരു പാഴ്വേലയാണ്. ധർമാധർമ്മങ്ങളെ വേർതിരിക്കുകയും അധർമ്മത്തെ ത്യജിച്ച് ധർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഹിന്ദുമതത്തിൻ്റെ സാരം. ധർമ്മമാണ് മനുഷ്യനെ ഉത്കൃഷ്ടനാക്കുന്നത്. ധർമാനുഷ്ഠാനത്തിൻ്റെ ഫലം പുണ്യവും അധർമാനുഷ്ഠാനത്തിൻ്റെ ഫലം പാപവും ദുഃഖവുമാകുന്നു. ധർമ്മനിഷ്ഠയില്ലാത്തവൻ മൃഗതുല്യനാണ്. ലഹരിയുടെ ഉപയോഗം മഹാപാപമാകാൻ കാരണം അത് ബുദ്ധിയെ നശിപ്പിക്കുകയും വിവേകത്തെ കെടുത്തുകയും അധർമ്മ വികാരങ്ങളെ ഉണർത്തുകയും ധർമാനുഷ്ഠാനത്തെ തകർക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. മദ്യപാനം തുടങ്ങി പാപപ്രവൃത്തികൾ ഇല്ലാത്തൊരു സാമൂഹിക സംവിധാനത്തെയാണ് സംസ്കാര സമ്പന്നമെന്ന് ഹിന്ദു സമൂഹം വ്യവഹരിക്കുന്നത്. ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും ലഹരിയെ എതിർക്കുന്നുണ്ട്. വെറിക്കൂത്തുകൾ, ലഹരി സാധനങ്ങൾ വിൽക്കുന്നവർ എന്നിവരെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുക എന്നാണ് ഹിന്ദുമതത്തിലെ വിവിധ ഗ്രന്ഥങ്ങളിലൂടെ മതഗ്രന്ഥങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. ലഹരി സാധനങ്ങൾ നിഷിദ്ധങ്ങളും സാത്താൻ്റെ വേലയുമത്രേ എന്നാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ലഹരി സാധനങ്ങൾ നിഷിദ്ധമാണ്, അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. സകല പാപത്തിൻ്റെയും താക്കോലാണ് മദ്യം എന്നാണ് മുഹമ്മദ് നബി ഉപദേശിച്ചത്. മദ്യം ഹറാം, എന്നാൽ നിഷിദ്ധം ആണെന്നാണ് ഖുറാൻ പറയുന്നത്. നീ ലഹരിയുള്ള യാതൊന്നും കുടിക്കരുത്. ശ്രീബുദ്ധൻ ബുദ്ധമതത്തിൽ ലഹരി പിടിപ്പിക്കുന്നതും ബുദ്ധി മന്ദിപ്പിക്കുന്നതുമായ മദ്യം തുടരുതെന്ന് പഠിപ്പിക്കുന്നു. മദ്യം എടുക്കില്ല എന്നുള്ള വ്രതം ബുദ്ധമതക്കാരുടെ പഞ്ചശീലങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ ലഹരിക്കെതിരെ എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാ മതത്തിൻ്റെ സാരാംശത്തിലും അത് ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും മനുഷ്യൻ തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുന്നു. അവൻ സമൂഹത്തിൽ ഈ തിന്മ വളർത്തിക്കൊണ്ടുവന്ന് ധാരാളം പേരെ നിത്യരോഗികളാക്കിയും പല കുടുംബങ്ങളെ തകർക്കുന്നതിനും ഈ മദ്യപാനവും ലഹരി ഉപയോഗവും കാരണമാകുന്നുണ്ട്. ഇത് ലഹരിക്കെതിരെയുള്ള ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവച്ചു എന്നു മാത്രം. നന്ദി, നമസ്കാരം.